CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. ജി സുധാകരൻ, EP ജയരാജൻ എന്നിവർക്കെതിരെയാണ് വിമർശനമുയർന്നത്. ചർച്ചയിൽ പോലീസിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പെറ്റിയടിക്കാൻ മാത്രമായി കേരള പോലീസ് മാറി എന്നതാണ് ആക്ഷേപം. വിശ്രമ ജീവിതകാലത്ത് ശ്രദ്ധ കിട്ടാൻ ജി സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്ന് മുതിർന്ന നേതാവിനെതിരെ പ്രതിനിധികളുടെ ആക്ഷേപം. സുധാകരനെ പാർട്ടി നിയന്ത്രിക്കണമെന്നും ആവശ്യം. ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് EP ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. EP പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പ്രശ്നമില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജന് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ ചോദിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. പാർട്ടിയിലെ അനാവശ്യ പിരിവുകൾക്കെതിരെയും വിമർശനമുണ്ടായി. ഇത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. ഏകപക്ഷീയമായി പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ല എന്നും വിമർശനമുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ വിമർശന സ്വരങ്ങൾ പോലീസിന് നേരെയും ഉയർന്നു. പോലീസിന് ആകെ ജോലി പെറ്റിയടിക്കലും ഫോട്ടോയെടുപ്പും മാത്രമെന്നാണ് വിമർശനം. പാർട്ടി സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വേണ്ട പരിഗണന കിട്ടുന്നില്ല. സെക്രട്ടറിമാർ സ്റ്റേഷനുകളിൽ നിന്നും ജീവനോടെ ഇറങ്ങി വരുന്നത് ഭാഗ്യമെന്നും വിമർശനമുണ്ട്. പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നാളെ കോന്നിയിൽ നടക്കും. ജനം, പത്തനംതിട്ട.